വിശേഷം? എല്ലാ കുഞ്ഞുങ്ങളും സുഖമായിട്ടിരിക്കുന്നോ? ദാ അയ്യമ്മ ടീച്ചർ വന്നിട്ടുണ്ട്. മിസ് എന്തിനാ വന്നത് എന്നറിയോ? മക്കൾക്ക് ഓണപരീക്ഷയൊക്കെയാണല്ലേ വരാൻ വേണ്ടി പോകുന്നത്. ഓണപരീക്ഷയ്ക്ക് നിങ്ങളോട് ചെറിയ ചെറിയ ചോദ്യങ്ങളൊക്കെ ചോദിക്കൂലേ? എന്തൊക്കെ ചോദ്യങ്ങളാ ചോദിക്കാന്ന് ടീച്ചർ കഴിഞ്ഞ ലൈവിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ലേ? നിങ്ങളോട് കഥ എഴുതാൻ വേണ്ടി ചോദിക്കും അല്ലെ? ചിത്രങ്ങളൊക്കെ കണ്ടിട്ട് കുഞ്ഞു കുഞ്ഞു കഥയൊക്കെ എഴുതാൻ വേണ്ടി ചോദിക്കും. അപ്പൊ ടീച്ചർ ഇന്ന് വന്നിരിക്കുന്നത് മക്കൾക്ക് ഒരു കഥ പറഞ്ഞു തരാൻ വേണ്ടിട്ടാ. പക്ഷെ ഈ കഥ ടീച്ചറോടൊപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടി പോവാ? എഴുതാൻ വേണ്ടി പോവാ കേട്ടോ. ആരുടെ കഥയാ നമ്മൾ ഇന്ന് പറയുന്നതെന്ന് അറിയുമോ? നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന കഥ ഒരു കുഞ്ഞു ഉറുമ്പിന്റെ കഥയാ. ആരുടെ കഥയാന്നറിയാവോ? ഒരു കുഞ്ഞു ഉറുമ്പിന്റെ പേരെന്താന്നറിയാവോ? ഉറുമ്പിന്റെ പേരാണ് മണിയൻ ഉറുമ്പ്. നമ്മൾ ഇന്ന് മണിയൻ ഉറുമ്പിന്റെ കഥ പഠിക്കാൻ വേണ്ടി പോവുകയാണ്. കുഞ്ഞുമക്കൾ എല്ലാവരും റെഡിയാണോ? അപ്പൊ ടീച്ചർ ഒരു കാര്യം പറയട്ടെ. അപ്പൊ മക്കളോട് പരീക്ഷയ്ക്ക് എന്ത് ചോദിക്കും? കുറേ ചിത്രങ്ങൾ തരും അല്ലെ? കുറേ ചിത്രങ്ങളൊക്കെ തന്നിട്ട് എങ്ങനെ നിങ്ങളോട് കഥ പൂരിപ്പിച്ച് എഴുതാൻ വേണ്ടിയിട്ടൊക്കെ പറയും. ഓക്കെ, അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുമക്കൾക്ക് എഴുതണ്ടേ? അതിനു വേണ്ടിയിട്ടാണ് ടീച്ചർ എന്ത് ചെയ്തിരിക്കുന്നത്? ഒരു കഥയുമായിട്ട് വന്നത്. ഒരു കുഞ്ഞു കഥയാണ് കേട്ടോ, ഒരു ചെറിയ കഥയാണ്. നമ്മൾ എല്ലാരും കൂടി ഇന്ന് എന്ത് ചെയ്യാണ്? ഈ കഥ പഠിക്കുകയാണ്. അപ്പൊ നിങ്ങളോട് ടീച്ചർ ഇങ്ങനെ കുറേ ചിത്രങ്ങളൊക്കെ കാണിച്ചു തരും. ടീച്ചറെ ചിത്രം കാണിക്കുന്നതിനനുസരിച്ച് മക്കൾ എന്ത് ചെയ്യണം? കഥ എഴുതണം. ഓക്കെ, റെഡി. അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലെ? അപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്ന കഥയുടെ പേരാണ് മണിയൻ ഉറുമ്പിന്റെ കഥ. ആരുടെ കഥയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്? മണിയൻ ഉറുമ്പിന്റെ കഥയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഈ മണിയൻ ഉറുമ്പ് എന്ന് പറഞ്ഞാൽ എന്താ? കുറച്ച് വികൃതി ആയിട്ടുള്ള ഒരു ഉറുമ്പാണ് കേട്ടോ. അമ്മ അച്ഛനൊന്നും പറഞ്ഞാൽ എന്ത് ചെയ്യില്ല, അങ്ങോട്ട് അനുസരിക്കൂല. അപ്പൊ മണിയൻ എന്ത് ചെയ്തു? മണിയന്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണിയൻ എന്ത് ചെയ്യണം? ദൂരെയുള്ള മണിയന്റെ ഒരു ഫ്രണ്ടിന്റെ അടുത്തേക്ക് പോകണം. അപ്പൊ അമ്മയും അച്ഛനും പറഞ്ഞ് നീ ഒറ്റയ്ക്ക് ഒന്നും പോവണ്ട, നിന്നെ ഞങ്ങൾ കൊണ്ടുപോവാന്ന്. പക്ഷെ മണിയൻ എന്ത് ചെയ്തു? വികൃതിയാ. അവൻ എന്ത് ചെയ്തു? അമ്മയും അച്ഛനൊന്നും പറഞ്ഞ കേട്ടില്ല. അങ്ങനെ എന്ത് ചെയ്യാണ്? മണിയൻ ഒറ്റയ്ക്ക് ഫ്രണ്ടിന്റെ അടുത്തേക്ക് പോവാൻ വേണ്ടി നോക്കുകയാണ് കേട്ടോ. ശരിക്കും അമ്മയും അച്ഛനും പറഞ്ഞത് കേൾക്കാണ്ട് ആരെങ്കിലും ഒറ്റയ്ക്ക് പോവാൻ പാടുണ്ടോ? ഇല്ലേ? ഒരിക്കലും പാടില്ല. അങ്ങനെ മണിയൻ എന്ത് ചെയ്തു? ഒരു തെറ്റ് ചെയ്തു. അമ്മയും അച്ഛനും ഒന്നും പറയുന്ന കേൾക്കാണ്ട് പതുങ്ങി എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്? മണിയൻ പുറത്തേക്ക് വേണ്ടി പോവാണ്. അങ്ങനെ മണി ഇങ്ങനെ പുറത്തേക്ക് പോകുന്ന ചിത്രമാണ് ടീച്ചർ ദാ അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ മണിയൻ ഇങ്ങനെ പോകുന്നത് നിങ്ങൾ കണ്ടോ? ദാ ചിത്രത്തിലല്ലേ ഒരു പറമ്പത്ത് കൂടെ ഇങ്ങനെ പോവുക. അതിന്റെ ചുറ്റുപാട് നിങ്ങൾ എന്ത് കാണുന്നുണ്ട്? അതിന്റെ ചുറ്റുപാട് എന്താണ്? പുഴയുണ്ട് അല്ലേ? പുഴ ഇതാ ഇവിടെ ഒരു പുഴയുണ്ട്. പിന്നെന്താ മലയൊക്കെ കാണുന്നുണ്ട് അല്ലെ? അപ്പൊ ഇതാ മണിയൻ ഉറുമ്പ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ്. അപ്പൊ ഇതെല്ലാവർക്കും മനസ്സിലായല്ലോ. മണിയൻ ഉറുമ്പിനെ മാത്രല്ല അല്ലെ ചിത്രത്തില് നിങ്ങള് രണ്ട് പെൺകുട്ടികളെയും കൂടി കാണുന്നുണ്ട് അല്ലെ? രണ്ട് പെൺകുട്ടികളെയും ഇപ്പൊ കൂടെ കാണുന്നുണ്ട്. ഇവരുടെ പേരെന്താന്നറിയോ നിങ്ങൾക്ക്? ഒരാളുടെ പേര് കമല, ഒരാളുടെ പേര് വിമല. എന്താ അവരുടെ പേര്? ഒരാളുടെ പേര് കമല, ഒരാളുടെ പേര് വിമല. അപ്പൊ കമലയും വിമലയും ഇങ്ങനെ നോക്കുമ്പോതാ മണിയൻ ഉറുമ്പ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഈ ചിത്രം മനസ്സിലായല്ലോ? ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ചിത്രം. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും കഥ എഴുതാൻ പറ്റിയല്ലോ. മണിയൻ ഉറുമ്പ് ഇതാ പോവുകയാണ്. അപ്പൊ ആര് കണ്ടു മണിയൻ ഉറുമ്പിനെ? നമ്മുടെ കമലയും വിമലയും കണ്ടല്ലേ? ഓർത്തു വെക്കണേ കുഞ്ഞുമക്കള്. നമുക്ക് എന്താ സംഭവിക്കുന്നേ നോക്കാം. ഇതാ നോക്ക്, ഇപ്പൊ ഒരു കുഞ്ഞിക്കിളി ചോദിക്കുക മണിയനുറുമ്പിനോട്, മണിയനുറുമ്പേ എങ്ങോട്ടാ പോകുന്നേന്നല്ലേ? അപ്പൊ മണിയനുറുമ്പ് പറഞ്ഞു, ഞാനേ അക്കരയ്ക്ക് പോവാ, എനിക്ക് എന്ത് ചെയ്യണം? അമ്മേനെ കാണുന്നല്ലേ? പാവം മണിയനുറുമ്പിന് എന്ത് ചെയ്തു? വഴിതെറ്റി അല്ലെ? വഴിതെറ്റി ഫ്രണ്ടിനെ കാണാൻ വേണ്ടി പോയതാ. പക്ഷെ എന്തു പറ്റി? കുറച്ച് പോയ സമയത്ത് മണിയനുറുമ്പിന് വഴിതെറ്റിപ്പോയി. കുഞ്ഞുറുമ്പല്ലേ, ഒറ്റയ്ക്ക് പോവാനുള്ള വഴി അറിയാവോ? വഴി അറിയേയില്ല അല്ലെ? അപ്പൊ മണിയനുറുമ്പിന് എന്തു പറ്റി? വഴി തെറ്റിപ്പോയി. അപ്പൊ മണിയനുറുമ്പ് ഇങ്ങനെ പറയാ, എനിക്ക് അക്കരെ എത്തണം, അക്കരെ എത്തിയിട്ട് എനിക്ക് എന്റെ അമ്മേനെ കാണണം എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ ഫ്രണ്ടിനെ കാണാൻ പോയതാ. പക്ഷെ എന്ത് പറ്റി? വഴി തെറ്റിപ്പോയി അല്ലേ? കുഞ്ഞു പാവ ഉറുമ്പ് അല്ലേ? അങ്ങനെ പോവായിരുന്നു. അപ്പൊ ദാ അയ്യോ ബ്ലും, നമ്മളെ മണിയനുറുമ്പ് ഇതാ വെള്ളത്തിൽ കിടക്കുന്നല്ലേ? അമ്മയും അച്ഛനോടൊന്നും പറയാണ്ട് ഫ്രണ്ടിനെ കാണാൻ വേണ്ടി പോയതാ. അപ്പൊ എന്തായി? വഴിതെറ്റിപ്പോയി. വഴിതെറ്റിയത് മാത്രാണോ? നമ്മുടെ കുഞ്ഞ മണിയനുറുമ്പ് എന്ത് ചെയ്തു? വെള്ളത്തില് വീണ്. അയ്യോ ബ്ലും എന്ന് പറഞ്ഞ് വെള്ളത്തില് വീണല്ലേ മണിയനുറുമ്പ്? അയ്യോ കഷ്ടായിപ്പോയി. വെള്ളത്തിൽ അങ്ങാനും ഉറുമ്പ് വീണ എന്ത് ചെയ്യും? ഉറുമ്പ് ചത്തുപോവല്ലേ? അയ്യോ അമ്മയും അച്ഛനും പറയുന്ന കേൾക്കാണ്ട് പോയതാ മണിയനുറുമ്പ്. എന്നിട്ട് എന്താ? ഇതാ വെള്ളത്തിൽ വീണ്. അടുത്ത ചിത്രം നമുക്ക് നോക്കാം.
ആ അടുത്ത ചിത്രത്തിൽ നമ്മൾ നേരത്തെ കണ്ട കമലിയും വിമലയും ഉണ്ടായിരുന്നല്ലേ. കമലയും വിമലയും കണ്ടു നമ്മളെ പാവം മണിയനുറുമ്പ് എന്ത് ചെയ്തു, വെള്ളത്തിൽ വീണത്. അപ്പൊ ആരെങ്കിലും വെള്ളത്തിലൊക്കെ വീണാൽ നമ്മൾ എന്ത് ചെയ്യും, സഹായിക്കണ്ടേ അല്ലെ. അപ്പൊ ഒരു കുഞ്ഞു ഉറുമ്പാണല്ലേ വീണത്. അപ്പൊ കമലയും വിമലയും ഇങ്ങനെ നോക്കുക, മണിയനുറുമ്പ് ദാ വെള്ളത്തിൽ വീണ് കിടക്കുന്നു, എങ്ങനെയാ ഇപ്പൊ മണിയനുറുമ്പിനെ രക്ഷിക്കാന്ന് ഇങ്ങനെ ആലോചിക്കുക. അപ്പൊ ഇവർക്ക് ഒരു ഐഡിയ കിട്ടി. എന്ത് ഐഡിയ കിട്ടിയാ നമുക്ക് നോക്കാലോ. അവര് നോക്കുന്ന സമയത്ത് നോക്കിയ നിങ്ങള്, ഒരു മീനല്ലേ വെള്ളത്തിൽ വീണ് കിടക്കുക. വെള്ളത്തിൽ ഇങ്ങനെ വീണ് കിടക്കുമ്പോ ഒരാൾ ചോദിക്കുക, മണിയനുറുമ്പേ പോകുന്നത് എങ്ങോട്ടാ, മടി കൂടാതെ കളിയാടാൻ കൂടി വരുന്നോ എന്ന് ചോദിക്കുക. അതായത് മടിയില്ലാതെ എവിടെ കൂടെ വരികയെന്ന് ചോദിക്കുന്നേ, കളിക്കാൻ വരുമോന്ന്. വെള്ളത്തിൽ വീണ് കിടക്കുക നമ്മള് മണിയനുറുമ്പ്. ആ വെള്ളത്തിൽ വീണ് കിടക്കുന്ന കുട്ടീനോടാ ചോദിക്കുന്നത്, നീ എന്റെ കൂടി കളിക്കാൻ വരുമെന്ന്. ആരാ ചോദിച്ചത്? ഫിഷാണല്ലേ, മീനാണ് ചോദിച്ചത്. മീനിന് വെള്ളത്തിലാണല്ലേ ജീവിക്കുക. അപ്പൊ മീനിന് വെള്ളത്തിൽ നിന്ന് കളിക്കുവോ പഠിക്കുവോ ഒക്കെ ചെയ്യാം, വെള്ളത്തിൽ ഇങ്ങനെ നീന്തി രസിക്കാല്ലേ. പക്ഷെ പാവം നമ്മുടെ മണിയനുറുമ്പിന് പറ്റുമോ? മണിയനുറുമ്പിന് പറ്റത്തില്ല അല്ലെ. എന്തുകൊണ്ടാ? മണിയനുറുമ്പിനുണ്ടോ നീന്താൻ അറിയുന്നു? മണിയനുറുമ്പ് കരയിലല്ലേ ജീവിക്കുക. നമ്മൾ വെള്ളത്തിൽ പോയ മണിയനുറുമ്പിന് ഒരിക്കലും കളിക്കാൻ പറ്റുമോ വെള്ളത്തിൽ നിന്ന്? ഇല്ല അല്ലെ. അപ്പൊ മണിയനുറുമ്പ് ഇങ്ങനെ മുങ്ങി താവാൻ വേണ്ടി പോവാ. അപ്പൊ നമ്മളെ കമലിയും വിമലയും കണ്ടല്ലേ. അപ്പൊ കമലിയും വിമലയും ഒരു ബുദ്ധി ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കല്ലേ. അവരെന്താ ചെയ്തെന്നറിയാം, അവരൊരു പേപ്പർ ബോട്ട് ഉണ്ടാക്കി. നമ്മളെ കടലാസ് കൊണ്ട് തോണി ഉണ്ടാക്കും അല്ലെ. അങ്ങനെ അവരൊരു കടലാസ് തോണി ഉണ്ടാക്കിയിട്ട് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പൊ നമ്മളെ മണിയനുറുമ്പിന് എന്ത് ചെയ്യാ, ആ തോണി കയറി രക്ഷപ്പെട്ടൂടെ. അതിനു വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്, ഇവരെന്ത് ചെയ്തത്, ഈ പറയുന്ന തോണി ഉണ്ടാക്കി കൊടുത്തത് അല്ലെ. ഞാൻ നോക്ക്, നമ്മളെ മണിയനുറുമ്പ് എങ്ങനെയോ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി നമ്മളെ തോണിയിൽ കയറിയല്ലേ. അപ്പൊ അതാ പറയുന്ന നമ്മുടെ ഇവിടെ ഒരു തവള നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ആ തവള എങ്ങനെ വയ്ക്കുക, നീ എന്തെങ്ങനെ കളിക്കാനൊന്നും പോവാഞ്ഞതല്ലേ, നമ്മളെ മീൻ വിളിച്ചില്ലേ നിന്നെ, അപ്പൊ മീൻ വിളിച്ചിട്ട് നീ എന്തെങ്ങനെ കളിക്കാനൊന്നും പോവാഞ്ഞെന്ന് ചോദിക്കാം. അപ്പൊ നമ്മളെ മണിയനുറുമ്പ് പറയാം, എനിക്ക് നിങ്ങളെ പോലെ വെള്ളത്തിലൊന്നും ഇറങ്ങാൻ പറ്റില്ല അല്ലെ, എനിക്ക് വെള്ളത്തിൽ ഇറങ്ങാനേ പറ്റില്ല. വെള്ളത്തിലെങ്ങാനും ഞാൻ വീണ് പോയാൽ എന്ത് ചെയ്യും, എന്റെ കഥ കഴിയുമെന്ന് പറയാണ്. അപ്പൊ നമ്മള് തവള പറയാണ്, എനിക്ക് കരയിലും വെള്ളത്തിലും ജീവിക്കാന്ന്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നമ്മൾ തവളേനെ കാണാനുണ്ട് അല്ലെ. തവളെ നമ്മളിങ്ങനെ പിടിക്കാൻ വേണ്ടി അങ്ങനെ പോകുന്ന സമയത്ത് തവള എന്ത് ചെയ്യും, ഒരു കുളത്തിലേക്ക് പ്ലക്കോന്നും പറഞ്ഞ് ചാടും അല്ലെ. അതുപോലെ ചാടി രക്ഷപ്പെടും. തവളയ്ക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നീന്താനൊക്കെ പറ്റും. പിന്നെ നിങ്ങൾ സ്കൂളിലൊക്കെ പോകുന്ന സമയത്തെ പണ്ട് മീനാന്ന് വിചാരിച്ചിട്ട് തവളേന്റെ കുട്ടീനെ നിങ്ങൾ എടുത്തു കൊണ്ടുവന്നത് ഓർമ്മയുണ്ടോ? കുഞ്ഞു വാൽമാക്രീനെ പിടിച്ചു കൊണ്ടുവന്നിട്ടുണ്ടോ നിങ്ങള്? ഉണ്ടല്ലേ. ചെറിയ ടീച്ചറെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ടീച്ചറെ ക്ലാസ്സിലെ കുറെ ആളുകൾ എന്ത് ചെയ്യും, മീൻ കുഞ്ഞാന്ന് വിചാരിച്ച് ഈ തവളേനെ പിടിച്ചു കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും, നമ്മുടെ വെള്ളത്തിലൊക്കെ ഇട്ട് വെക്കും. കുറച്ച് ദിവസം കഴിയുമ്പോ എന്ത് ചെയ്യും, തവള വലിയ ആളായിട്ട് ഈ വെള്ളത്തിൽ നിന്ന് ചാടിപ്പോവും അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഒന്ന് നോക്കി നോക്കണം കേട്ടോ, ചുറ്റുപാട് എവിടെയെങ്കിലും ഈ തവളേന്റെ കുട്ടി വാൽമാക്രീൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ നോക്കണം കേട്ടോ. അപ്പൊ തവളേന്റെ വാൽമാക്രീന്റെ ഒക്കെ പ്രത്യേകത എന്താ, ഇവർക്ക് വെള്ളത്തിൽ ഇവർക്ക് ജീവിക്കാൻ വേണ്ടി പറ്റും. തവളയ്ക്ക് വെള്ളത്തിൽ മാത്രമല്ല അല്ലെ, നിങ്ങൾ കരയിലും തവളേനെ കാണാറുണ്ട് അല്ലെ. അപ്പൊ തവളയുടെ ഒരു പ്രത്യേകതയാണ്, തവളയ്ക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കരയിലും വെള്ളത്തിലും ജീവിക്കാം സുഖമായിട്ട്. അയാൾക്ക് വെള്ളത്തിലും എവിടെ വേണമെങ്കിലും ജീവിക്കാം, കരയിലും ജീവിക്കാം. പക്ഷെ തവളയ്ക്ക് മാത്രമല്ലേ പറ്റുള്ളൂ. പാവം നമ്മളെ മണിയനുറുമ്പിന് പറ്റുമോ? ഇല്ല അല്ലെ. മണിയനുറുമ്പിന് കരയിൽ മാത്രമേ ജീവിക്കാൻ വേണ്ടി പറ്റുള്ളൂ. നിങ്ങൾക്ക് വെള്ളത്തിൽ ജീവിക്കാൻ പറ്റുമോ? ഇല്ല അല്ലെ. നീന്തൽ അറിയില്ലെങ്കിൽ നമ്മൾ മുങ്ങിപ്പോവും അല്ലെ. അപ്പൊ വെള്ളത്തിൽ ജീവിക്കാൻ പറ്റുന്ന മീനായിക്കോട്ടെ, മീൻ എവിടെ ജീവിക്കാൻ വേണ്ടി പറ്റും, വെള്ളത്തിൽ ജീവിക്കാൻ പറ്റും അല്ലെ. പക്ഷെ മീനിനെ പിടിച്ച് കരയിലിട്ടാലോ മീൻ ചത്തുപോവും അല്ലെ. അപ്പൊ എന്ത് ചെയ്യാ, വെള്ളത്തിൽ ജീവിക്കാൻ പറ്റുന്ന കൂട്ടുകാരുണ്ട്, നമ്മുടെ കരയിൽ ജീവിക്കാൻ പറ്റുന്ന കൂട്ടുകാരുണ്ട്, ഇപ്പൊ രണ്ടില് ജീവിക്കാൻ പറ്റുന്ന ആളുകളുണ്ട്. അപ്പൊ കരയിൽ മാത്രം ജീവിക്കാൻ പറ്റുന്ന ആളാണ് അല്ലെ നമ്മള് മനുഷ്യന്മാരെന്ന് പറയുന്നത്. അതേപോലെ തന്നെ വെള്ളത്തിൽ മാത്രം ജീവിക്കാൻ പറ്റുന്ന ആളാണ് അല്ലെ നമ്മുടെ മീൻ കുഞ്ഞ്. അപ്പൊ വെള്ളത്തിലും കരയിലും ജീവിക്കാൻ പറ്റുന്ന ആളാണ് നമ്മുടെ തവള അല്ലെ. നമ്മൾ ഒരു കാര്യം കൂടെ പഠിച്ചല്ലേ കഥയില്. അപ്പൊ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ പറഞ്ഞല്ലേ. അപ്പൊ മണിയനുറുമ്പിന്റെ കൂടെ അല്ലെ നമ്മൾ ഈ ഒരു മീൻകുഞ്ഞ് ചോദിച്ചല്ലേ, മീൻകുഞ്ഞ് മാത്രല്ല അല്ലെ, വേറെയും കുറെ ആൾക്കാർ ആ വെള്ളത്തിലുണ്ടല്ലേ. ആരാ ഉള്ളത് നോക്കിയേ നിങ്ങൾ, ഒരു പാമ്പ് നിൽക്കുന്നുണ്ടല്ലേ വെള്ളത്തില്. അപ്പൊ വെള്ളത്തില് പാമ്പ് ഉണ്ടാവും അല്ലെ. വെള്ളത്തിൽ ഉണ്ടാവുന്ന പാമ്പാണ് നീർക്കോലി അല്ലെ. ഒരു നീളത്തിലുള്ള ഒരു നീർക്കോലി പാമ്പ് ഉണ്ടാവും വെള്ളത്തില്.
അല്ലെ? ഇതാരാ? ഇത് ഞണ്ടാണല്ലേ. ഞണ്ട് ഇടയ്ക്ക് ഇങ്ങനെ വെള്ളത്തിലായിരിക്കും ഉണ്ടാവുക, ഇടയ്ക്ക് ഇങ്ങനെ എന്ത് ചെയ്യും, പാറപ്പുറത്തൊക്കെ കയറി നിൽക്കും അല്ലെ. നിങ്ങളിങ്ങനെ അമ്മേന്റെയും അച്ഛനെയും കൂടെ കടപ്പുറത്തൊക്കെ പോകുമ്പോ കാണലില്ല, ഇങ്ങനെ കരയിൽ കൂടെ ഇതേപോലെ ഞണ്ടുകൾ ഇങ്ങനെ ഓടിപ്പോകുന്നത്. അപ്പൊ ഈ ഞണ്ട് എന്ന് പറയുന്ന ആൾക്ക് എന്താ, അയാൾക്ക് വെള്ളത്തിലും നിൽക്കാൻ വേണ്ടി പറ്റും അല്ലെ, കരയിലും ഇടയ്ക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, കയറിയൊക്കെ വരാം അല്ലെ. വേറെ മീൻ വരുന്നത് പോലെ എന്ത് ചെയ്യില്ല, കരയിൽ വന്ന് അപ്പൊ ചത്തൊന്നും പോവില്ല അല്ലെ നമ്മുടെ ഞണ്ട്. ഇല്ല. അപ്പൊ മക്കൾക്ക് അതൊക്കെ മനസ്സിലായി അല്ലെ. അപ്പൊ ടീച്ചർ ഇനി എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്, മക്കൾക്ക് ഈ കഥയുടെ ബാക്കി പറഞ്ഞു തരാൻ വേണ്ടി പോവാട്ടോ. അപ്പൊ നമ്മളെ മണിയനുറുമ്പ് അല്ലെ, മണിയനുറുമ്പ് ഇങ്ങനെ ഈ ബോട്ടിൽ കയറി നമ്മളെ കടലാസ് തോണി കയറി തുഴഞ്ഞു തുഴഞ്ഞു പോവാ. തുഴഞ്ഞു നമ്മുടെ മണിയനുറുമ്പ് എവിടെ എത്തി, അക്കരെ എത്തി അല്ലെ. അക്കരെ എത്തി മണിയനുറുമ്പ്, അക്കരെ എത്തുന്ന സമയത്ത് ആരാ രക്ഷിച്ചത് മണിയനുറുമ്പിനെ? നമ്മളെ കമലയും വിമലയും ആണല്ലേ. കമലയും വിമലയും ബോട്ട് ഉണ്ടാക്കി കൊടുത്തോണ്ടാണ് മണിയനുറുമ്പ് രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ എന്ത് പറ്റും, മണിയനുറുമ്പ് ചത്തുപോവല്ലേ. അപ്പൊ അമ്മ ഇങ്ങനെ വിഷമിച്ചിരിക്കുക മണിയനുറുമ്പിനെ കാണാണ്ട്. മണിയനുറുമ്പ് പറയാണ്ട് പോയതല്ലേ ഫ്രണ്ടിനെ കാണാൻ. അപ്പൊ മണിയനുറുമ്പ് ഇങ്ങനെ വിഷമിച്ചിരിക്കുക, മണിയനുറുമ്പിന്റെ അമ്മയും വിഷമിച്ചിരിക്കുക. മണിയനുറുമ്പിനെ കാണാണ്ടിട്ടാട്ടോ അമ്മ വിഷമിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങളിങ്ങനെ പറയാതെയൊക്കെ എവിടെയെങ്കിലും പോയ അമ്മമാർക്ക് സങ്കടാവൂലേ. സങ്കടം. അപ്പം മണിയനുറുമ്പ് ഇങ്ങനെ എങ്ങനെയൊക്കെയോ കരയിലേക്ക് തിരിച്ചെത്തിയില്ലേ, അക്കരെ എത്തി. എന്നിട്ട് മണിയനുറുമ്പ് അമ്മേനോട് പറയാണ്, കഥകളൊക്കെ പറയാണ് അല്ലെ. അപ്പൊ ഇനി മക്കൾക്ക് ഈ കഥകൾ എഴുതാൻ വേണ്ടി പറ്റുമല്ലോ അല്ലെ. അപ്പൊ ടീച്ചർ ഈ കഥയൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, പരീക്ഷയ്ക്ക് ഇത് എങ്ങനെയാ ചോദിക്കാന്നൊക്കെ നോക്കാം കേട്ടോ. അപ്പൊ നോക്കിക്കേ, നമ്മളിതാ പഠിച്ച കുറേ കഥയാണ് അല്ലെ. ഈ കഥയിലെ ഓരോ ഭാഗങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഇങ്ങനെ ചിത്രരൂപം കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇതൊക്കെ നമ്മൾ ആദ്യം കണ്ട ചിത്രമാണല്ലോ. ഇനി ഈ ചിത്രത്തിനനുസരിച്ച് അവിടെ എന്തൊക്കെയായിരിക്കും എഴുതിയിട്ടുണ്ടാവുക എന്ന് കുഞ്ഞുമക്കൾക്ക് പറയാൻ വേണ്ടി പറ്റുമല്ലോ. അല്ലെ. ഇത് ഒന്നാമത്തെ ചിത്രത്തിൽ അല്ലെ, ഒന്നാമത്തെ ചിത്രം നിങ്ങൾ കാണുന്നുണ്ട്. ഇതിന് അനുയോജ്യമായിട്ടുള്ള വാക്യം നമ്മൾ എന്ത് ചെയ്യണം, എഴുതണം. ടീച്ചറുടെ കയ്യിൽ ഒരു വാക്കുണ്ട് കേട്ടോ. നോക്കിയേ നിങ്ങൾ ആ വാക്യം എന്താണെന്ന്. കമലയും വിമലയും പുഴക്കരയിലെത്തി. അപ്പൊ 2 ചിത്രങ്ങൾ നിങ്ങൾ ഇവിടെ കാണുന്നുണ്ട് അല്ലെ. ചിത്രം നമ്പർ 1, ചിത്രം നമ്പർ 2. അപ്പൊ ഇതിൽ ഏതിന് അനുയോജ്യമായിട്ടുള്ള വാക്യമാണ്? ഒന്നാമത്തെ ചിത്രത്തിന് അനുയോജ്യമായിട്ടുള്ള വാക്യമാണോ കമലയും വിമലയും പുഴക്കരയിൽ എത്തി എന്നുള്ളത്, അല്ലെങ്കിൽ രണ്ടാമത്തെ ചിത്രത്തിന് അനുയോജ്യമായിട്ടുള്ള വാക്കാണോ അത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ ചിത്രത്തിലാണല്ലേ നമ്മൾ കമലേനെയും വിമലേനെയും കാണുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാം, ഇത് ഒന്നാമത്തെ ചിത്രത്തിന്റെ കൂടെ എഴുതേണ്ടതാ അല്ലെ. അപ്പൊ നമുക്കത് എന്ത് ചെയ്യാം, ഒന്നാമത്തെ ചിത്രത്തിന്റെ കൂടെ എഴുതാം അല്ലെ. കമലയും വിമലയും പുഴക്കരയിൽ എത്തി. എഴുതിയല്ലോ, നമ്മളെ എഴുതി അല്ലെ. അപ്പൊ രണ്ടാമത്തെ ചിത്രത്തിൽ എത്തുന്ന സമയത്ത് നമ്മളെ കുഞ്ഞിക്കിളി ചോദിക്കുകയാണ്, മണിയനുറുമ്പേ എങ്ങോട്ടാ പോകുന്നതെന്ന്. അപ്പൊ പറഞ്ഞ് അക്കരെ എത്തണം അല്ലെ, അക്കരെ എത്തണം, അക്കരെയാണുള്ളത് അമ്മ അല്ലെ, അമ്മേനെ കാണാൻ എനിക്ക് അക്കരെ എത്തണം എന്ന് പറഞ്ഞു. ക്ലിയർ ആണല്ലോ. ഇതുപോലെ നമ്മൾ എഴുതണം. ഇനി അടുത്ത ചിത്രം നോക്കണേ. ചിത്രത്തിൽ 2 വാക്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ വാക്യം എന്താ, ഞങ്ങൾ സഹായിക്കാം കമലയും വിമലയും പറഞ്ഞു. അടുത്ത വാക്യം എന്താ നോക്കിയേ, ഉറുമ്പ് കാൽ തെറ്റി പുഴയിൽ വീണു. ഇത് ഏത് ചിത്രത്തിന് അനുയോജ്യമായിട്ടുള്ള വാക്യങ്ങളാ? മൂന്നാമത്തെ ചിത്രത്തിന് അനുയോജ്യമായിട്ടുള്ള വാക്യമാണോ ഞങ്ങൾ സഹായിക്കാം കമലയും വിമലയും പറഞ്ഞു എന്നത്? അല്ല അല്ലെ. മൂന്നാമത്തെ ചിത്രത്തിൽ നമ്മൾ എന്താ കാണുന്നത്, ഉറുമ്പ് പ്ലൊന്നും പറഞ്ഞ് പുഴക്കരയിൽ പുഴയിലേക്ക് വീണതാ അല്ലെ, പുഴയിലേക്ക് വീണതാ അല്ലെ. അപ്പൊ ഈ പുഴയിലേക്ക് വീണതാ, കാല് തെറ്റിയിട്ടാ അല്ലെ പുഴയിലേക്ക് വീണിട്ടുണ്ടാവുക. അപ്പൊ മൂന്നാമത്തെ ചിത്രത്തിന് അനുയോജ്യമായിട്ടുള്ള വാക്ക് ഇതല്ല അല്ലെ. അപ്പൊ നമുക്ക് ഇത് എന്ത് ചെയ്യണം, മാറ്റി എഴുതണം. ടീച്ചർ മാറ്റി എഴുതാൻ വേണ്ടി പോവാണേ. അപ്പൊ മാറ്റി എഴുതാൻ വേണ്ടിയാ, ഉറുമ്പ് കാൽ തെറ്റി പുഴയിൽ വീണു അല്ലെ. ഉറുമ്പ് കാൽ തെറ്റി പുഴയിൽ വീണു എന്ന് പറയുന്നത് ഏതാ, മൂന്നാമത്തെ ചിത്രത്തിന് അനുയോജ്യമായിട്ടുള്ള വാക്കാണ് അല്ലെ. നമ്മൾ മാറ്റി എഴുതി. അപ്പൊ നമ്മൾ എന്ത് പറയും, ഞങ്ങൾ സഹായിക്കാം കമലയും വിമലയും പറഞ്ഞല്ലേ. അപ്പൊ ഈ കമലയും വിമലയും വെള്ളത്തിൽ കിടക്കുന്ന ഉറുമ്പിനോട് എന്തായിരിക്കും പറഞ്ഞത്, നീ പേടിക്കേണ്ട, ഞങ്ങൾ എന്ത് ചെയ്യാം, സഹായിക്കാം അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, അനുയോജ്യമായിട്ടുള്ള വാക്കുകൾ എഴുതിയല്ലേ. ടീച്ചർ അനുയോജ്യമായിട്ടുള്ള വാക്കുകൾ എഴുതിയ മക്കൾക്ക് മനസ്സിലായല്ലോ. ഉറുമ്പ് കാൽ തെറ്റി വീണത് നാലാമത്തെ ചിത്രത്തിന് പറ്റിയ വാക്കല്ല അല്ലെ. അപ്പൊ അതെന്ത് ചെയ്യാണ്, മേലെ പോട്ടെ, മേലെ പൊക്കോ. മേലേക്ക് പോവുകയാണേ. ഉറുമ്പ് കാൽ തെറ്റി പുഴയിൽ വീണു എന്നുള്ളത് മേലേക്ക് പോയി. ഞങ്ങൾ സഹായിക്കാം കമലയും വിമലയും പറഞ്ഞത് എവിടത്തേക്ക് വന്നു, ഇതിനടുത്തേക്ക് വന്നു അല്ലെ. കറക്റ്റ് ആയിട്ട് മനസ്സിലായില്ലേ എല്ലാവർക്കും? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇതുവരെയുള്ളത് ഒന്നും കൂടെ നോക്കാലോ അല്ലെ. അപ്പൊ ചിത്രം നമ്പർ 1 അല്ലെ, നമ്മൾ കഥ പറയാൻ വേണ്ടി പോവാണ്. കമലയും വിമലയും പുഴക്കരയിലെത്തി അല്ലെ. അപ്പൊ പുഴക്കരയിലെത്തിയ സമയത്ത് ഒരു ഉറുമ്പ് ഇതെങ്ങനെ പോകുന്നുണ്ടായിരുന്നു. അപ്പൊ ആ കുഞ്ഞൻ ഉറുമ്പിലെ മണിയൻ എന്നായിരുന്നു അതിന്റെ പേര്. അപ്പൊ കുഞ്ഞിക്കിളി ചോദിക്കുകയാണ്, മണിയനുറുമ്പേ എങ്ങോട്ടാണ്? അപ്പൊ പറയാണ്, എനിക്ക് എന്ത് ചെയ്യണം, അക്കരെ എത്തണം അല്ലെ, എനിക്ക് എന്റെ അമ്മേനെ കാണാൻ, ഞാൻ വഴി തെറ്റിപ്പോയി, എനിക്ക് എന്റെ അപ്പുറത്തുള്ള അമ്മേനെ കാണാം അല്ലെ. അമ്മ എവിടെയാ ഉള്ളത്,
അക്കരെയാണുള്ളത് അല്ലെ. അപ്പൊ ഇങ്ങനെ നോക്കുകയാണ്. അപ്പൊ ഇങ്ങനെ പോകുന്ന വഴിക്ക് എന്ത് പറ്റി, നമ്മുടെ പാവം മണിയനുറുമ്പ് എന്ത് ചെയ്തു, കാല് തെറ്റി പുഴയിൽ വീണല്ലേ. കാല് തെറ്റി പുഴയിൽ വീണു. അപ്പൊ നമുക്കത് എന്ത് ചെയ്യണം, ആ ചിത്രത്തിന് നേരെ എഴുതണം അല്ലെ. അപ്പൊ മണിയനുറുമ്പ് എന്ത് ചെയ്യാണ്, കാല് തെറ്റിയിട്ട് പുഴയിൽ വീഴാണ് അല്ലെ. അപ്പൊ കാല് തെറ്റി പുഴയിൽ വീണു. മൂന്നാമത്തെ ചിത്രത്തിന് അനുയോജ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇതുപോലെ എഴുതി അല്ലെ. ഇതാ നോക്കിയേ, കാല് തെറ്റി നമ്മുടെ ഇവിടെ ഏതാണ്, നമ്മുടെ മണിയനുറുമ്പ് പുഴയിൽ വീണു, ഞങ്ങൾ സഹായിക്കാം, കമലയും വിമലയും പറഞ്ഞു അല്ലെ. ഇതുവരെ എല്ലാ കുഞ്ഞുങ്ങൾക്കും മനസ്സിലായല്ലോ. നമുക്ക് അടുത്ത് നോക്കാവേ. അപ്പൊ അടുത്ത ചിത്രത്തിൽ നമ്മൾ നോക്കുമ്പോ ഒരു മീനുണ്ട്. ആ മീൻ എന്തോ പറയുന്നുണ്ട്. അതേപോലെ തന്നെ അടുത്ത ചിത്രത്തിൽ വേറൊരു ചിത്രത്തിൽ അയ്യോ എനിക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റില്ല, എനിക്ക് കരയിലും വെള്ളത്തിലും ജീവിക്കാന്ന് തവള പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ, നേരത്തെ ആരായിരുന്നു പറഞ്ഞത്, കളിക്കാൻ വിളിച്ചത്, നമ്മുടെ മണിയനുറുമ്പിനെ കളിക്കാൻ വിളിച്ചത് ആരായിരുന്നു, നമ്മുടെ മീനാണല്ലേ. അപ്പൊ നമ്മൾ ഈ ചിത്രത്തിനല്ലേ, ഈ ചിത്രത്തിന് അനുയോജ്യമായിട്ട്, മീനുള്ള ചിത്രത്തിന് അനുയോജ്യമായിട്ടല്ലേ നമ്മൾ എഴുതണ്ടേ, മണിയനുറുമ്പേ മണിയനുറുമ്പേ എങ്ങോട്ടാ പോകുന്നല്ലേ, പോകുന്നത് എങ്ങോട്ടോ, മടി കൂടാതെ കളിയാടാൻ കൂടെ പോരുന്നോ അല്ലെ. മടി കൂടാതെ കളിയാടാൻ കൂടെ വരുന്നോ എന്ന് ചോദിച്ചത് ആരാ, നമ്മുടെ മീനാണല്ലേ അങ്ങനെ ചോദിച്ചത്. അപ്പൊ ടീച്ചർ ഇവിടെ 2 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ടീച്ചർ ഇതിന്റെ നമ്പർ കൊടുക്കുവാണേ, 5, 6 അല്ലേ. അപ്പൊ ഈ 5ാമത്തെ ചിത്രത്തിന് അനുയോജ്യമായിട്ടാണോ 6ാമത്തെ ചിത്രത്തിന് അനുയോജ്യമായിട്ടാണോ ഇവിടെയുള്ള വാചകം എന്ന് നമുക്ക് നോക്കാം. ഇവിടെയുള്ള വാചകം എന്താ, മണിയനുറുമ്പേ മണിയനുറുമ്പേ പോകുന്നത് എങ്ങോട്ടോ അല്ലെ, പോകുന്നത് എങ്ങോട്ടോ, മടി കൂടാതെ കളിയാടാൻ കൂടെ പോരുന്നോ അല്ലെ. അപ്പൊ കളിക്കാൻ വിളിച്ചത് ആരായിരുന്നു, നമ്മുടെ മീനാണല്ലേ കളിക്കാൻ വിളിച്ചത്. അപ്പൊ മീൻ ഏത് ചിത്രത്തിലാണുള്ളത്, 5ാമത്തെ ചിത്രത്തിലാണല്ലേ. അപ്പൊ ഈ 5ാമത്തെ ചിത്രത്തിന് അനുയോജ്യമായിട്ടുള്ള വാക്യമല്ലേ ഇവിടെ ഉള്ളത്. അപ്പൊ നമുക്കത് 5ാമത്തെ ചിത്രത്തിന് നേരെ എഴുതാം അല്ലെ. അപ്പൊ ദാ പോയി അല്ലെ, അങ്ങോട്ടേക്ക് പോയി, 5ാമത്തെ ചിത്രത്തിന് നേരെ അത് പോയി അല്ലെ. അപ്പൊ മണിയനുറുമ്പേ മണിയനുറുമ്പേ പോകുന്നത് എങ്ങോട്ടോ അല്ലെ, പോകുന്നത് എങ്ങോട്ടോ, മടി കൂടാതെ കളിയാടാൻ കൂടെ പോരുന്നോ അങ്ങനെ ചോദിച്ചു. അപ്പൊ നമ്മള് ഈ പറയുന്ന നമ്മുടെ മണിയനുറുമ്പ് പറയാണ്, അയ്യോ എനിക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റില്ല അല്ലെ, എനിക്ക് കരയിലും വെള്ളത്തിലും കളിക്കാം അല്ലെ, കരയിലും വെള്ളത്തിലും കളിക്കാന്ന് പറയും. അങ്ങനെ നമ്മൾ കമലയും വിമലയും സഹായിച്ചത് കൊണ്ടാണല്ലേ ഇപ്പൊ മണിയനുറുമ്പിന് ഒരു തോണി കിട്ടിയത്. ആ തോണിയിൽ ഇങ്ങനെ പോവാം. അപ്പൊ അടുത്ത ചിത്രം നമുക്ക് നോക്കാം. അടുത്ത ചിത്രം എന്തായിരിക്കും, അടുത്ത ചിത്രത്തിൽ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കാണാൻ വേണ്ടി പറ്റും, നമ്മുടെ മണിയനുറുമ്പ് അമ്മയുടെ അടുത്തെത്തിയല്ലേ. നോക്കി 2 ഉറുമ്പ് കാണുന്നുണ്ട് അല്ലെ. അങ്ങനെ നമ്മുടെ മണിയൻ എന്ത് ചെയ്തു, അമ്മയുടെ അടുത്തെത്തിയല്ലേ. അപ്പൊ അമ്മ പറഞ്ഞത് കേൾക്കാണ്ട് ഫ്രണ്ടിലൊക്കെ കാണാൻ പോയത്. അപ്പൊ എന്ത് ചെയ്തു, മണിയൻ ഇങ്ങനെ വെള്ളത്തിലൊക്കെ വീണല്ലേ, പറഞ്ഞത് കേൾക്കാതെ പോയത് കൊണ്ടാണ് മണിയൻ എന്ത് ചെയ്തത്, വെള്ളത്തിലൊക്കെ വീണതല്ലേ. അപ്പൊ ഈ ഒരു ചിത്രം നോക്കുന്ന സമയത്ത് നമുക്ക് എന്ത് മനസ്സിലാക്കാം, തോണി അക്കരെ എത്തിയില്ലേ, മണിയൻ എന്ത് ചെയ്തിട്ടുണ്ട്, കരയിൽ ഇറങ്ങിയിട്ടുണ്ട് അല്ലെ. മണിയൻ എന്ത് ചെയ്തു, കരയിൽ ഇറങ്ങി അല്ലെ. അപ്പൊ നമ്മളെ മണിയൻ കരയിലെത്തിയ ഒരു കഥയാണ് നമ്മൾ എന്ത് ചെയ്ത് പഠിച്ചല്ലേ. നമുക്ക് എന്താ പറയുക, ഇതൊരു മണിയനുറുമ്പിന്റെ യാത്രയാണല്ലേ. അപ്പൊ മണിയനുറുമ്പിന്റെ യാത്ര എന്റെ കുഞ്ഞുമക്കളൊക്കെ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കും, ഇതുപോലെ ചിത്രങ്ങൾ തന്നിട്ട് അനുയോജ്യമായിട്ടുള്ള വാക്യങ്ങളൊക്കെ എടുത്ത് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, ചിത്രം നോക്കുക, ചിത്രത്തിൽ എന്താ കാണുന്നത് നോക്കുക, അതിന് അനുയോജ്യമായിട്ടുള്ള വാക്യം എന്ത് ചെയ്യുക, അവിടെ എവിടെയെങ്കിലും കൊടുത്തിട്ടുണ്ടാവും, അത് എന്ത് ചെയ്യുക, പിക്ക് ചെയ്തിട്ട് നമ്മുടെ ബോക്സിലോ എവിടെയാണ് എഴുതാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അവിടെ കൊണ്ടുപോയിട്ട് എഴുതാം. സിമ്പിൾ അല്ലേ. അരുണിമ മിസ്സിന്റെ കുട്ടികളെല്ലാവരും ഇതൊക്കെ എഴുതൂലേ അല്ലെ, ടീച്ചർ ഇതൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ മക്കൾ എന്ത് ചെയ്യണം, ഇതൊക്കെ എഴുതണം കേട്ടോ. എന്നിട്ട് A ഗ്രേഡ് മേടിക്കണം അല്ലെ. നമുക്ക് എല്ലാത്തിനും A ഗ്രേഡ് ഇടണം അല്ലേ. അപ്പൊ നന്നായി എഴുതി നിങ്ങൾക്ക് A ഗ്രേഡും A സ്റ്റാറും ഒക്കെ കിട്ടും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നന്നായിട്ട് എഴുതുമല്ലേ. അപ്പൊ എല്ലാവർക്കും മണിയനുറുമ്പിന്റെ കഥ ഇഷ്ടപ്പെട്ടില്ലേ. അപ്പൊ ആരും അമ്മയും അച്ഛനൊന്നും പറയുന്നത് കേൾക്കാണ്ട് ഇങ്ങോട്ടും ഒറ്റയ്ക്ക് പോവരുത് കേട്ടോ. അപ്പൊ എന്ത് ചെയ്യും, നന്നായിട്ട് മക്കള് പഠിച്ചെന്ന് ടീച്ചർ വിചാരിക്കുന്നു. നമുക്ക് ഇതുപോലെ അടിച്ചു പൊടിച്ച വേറെ കഥകളൊക്കെ പഠിക്കാം കേട്ടോ. അപ്പൊ എല്ലാവരും ഓണപരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങിയിട്ട് വരിക. ടീച്ചർ പോട്ടെ എന്നാ, ബൈ.